എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ട്രോമ താങ്ങാൻ വയ്യ. 1 മണിക്കൂർ അവളുടെ സ്റ്റോറി. 1 മണിക്കൂർ എന്തൊക്കെയോ പറയാം. ഇന്ന് നടന്നത്, ഇന്നലെ നടന്നത്, 10 വർഷം മുന്നേ പറഞ്ഞത്, മെമ്മറീസ്, ഫോട്ടോസ്, അവള് കണ്ട സീരീസ് എല്ലാം എന്നോട് ഷെയർ ചെയ്യും. എന്റെ പൊന്നു ചേ, എനിക്ക് താങ്ങാൻ പോയത്. പിന്നെ വിളിക്കുവോ? ഞാനൊരു കാര്യം പറഞ്ഞു ചേച്ചൻ സമ്മതിക്കുവോ? അത് ഞാൻ സേറയോട് സംസാരിച്ചു 1 മിനിറ്റ് കഴിയുമ്പോൾ ചേച്ചനെ മാളു ഒന്ന് ചെറുതായിട്ട് വിളിക്കണം. അത് കഴിഞ്ഞ ഒരു 2ാമത്തെ മിനിറ്റോട്ട് പോകുമ്പോൾ മളു എന്നൊന്ന് കനത്തെ വിളിക്കണം. കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈച്ചാൻ കനത്തെ വിളിച്ചോണം. അവക്കത് കേൾക്കണം. അപ്പോൾ എന്നാലേ അവള് വെക്കത്തുള്ളൂ ഫോൺ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അവളുടെ ഹിസ്റ്ററി ഒന്നും കേൾക്കാൻ വയ്യ. ഹലോ സേറ. പറ സേറ. ഓ എന്നെ നീ നാട്ടിലൊക്കെ പോയിട്ട് പിന്നെ വിളിച്ചില്ലല്ലോ. ചുമ്മാ വിളിക്കുന്നാടി. ഞാൻ ഫ്രീയാ ഞാൻ ടോട്ടലി ഫ്രീയാ. നീ പറഞ്ഞോ. ആണോ? അതേലും അവൾ അങ്ങനെ അവൾക്ക് കണ്ണിക്കടി കൂടുതലുള്ള. പിന്നെ അതെ, ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകാനായിട്ടായിരുന്നു സാർ. നീ പറഞ്ഞോടി. നീ എന്തോ എനിക്ക് ഓർമ്മയുണ്ട്. അവളെന്നെ ചെയ്തു. നീ ഒന്നും വിചാരിക്കല്ലേ. ഇച്ചാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാൻ വിളിക്കുവാണ്. എനിക്ക് പേടിയാണ് ഇച്ചാനെ. ഫുഡ് കിട്ടിയിട്ട് ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം, ഒരുമാതിരി മാക്കന്മാര് കാണിക്കുന്ന പോലെ. ഞാൻ തന്നെ ഉള്ളപ്പോ പിന്നെ വിളിക്കാം കേട്ടോ. പിന്നെ വിളിക്കാം ഞാൻ. ഓക്കെ സാർ, ബൈ.